ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ വെറുതെ വിട്ട വാർത്ത നമ്മൾ നൽകിയിരുന്നു. ഇപ്പോൾ സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം മാലിക്കിന്റെ കൂടെ ഉദയകുമാറിന്റെ അമ്മ കൂടി ഉണ്ട്. സലീമിലേക്കാണ്. സലീം, എങ്ങനെയാണ് ഈ വിധിയോട് പ്രതികരിക്കുന്നത് ഉദയകുമാറിന്റെ അമ്മ? വിവരങ്ങൾ സലീം. ഉന്മേഷ്, കേസുമായി ബന്ധപ്പെട്ട അമ്മ അല്പസമയം മുൻപ് മാത്രം, ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട വിവരം അറിഞ്ഞത്. അതിൽ ഇപ്പോൾ പ്രഭാവതി അമ്മ പ്രതികരിക്കുക കൂടിയാണ്. അമ്മേ, ഇപ്പോ മകനുമായിട്ട് ബന്ധപ്പെട്ട കേസിലെ പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. എന്താ പ്രതികരിക്കുക? എന്തെന്ന് വെച്ചാൽ എന്റെ മകന് 3-ാം മാസമായപ്പോ എന്റെ മകൻ അവിടെ വെള്ളത്തിന് ചെന്നപ്പോ അവനെയും കെട്ടിയിട്ട് 4-5 പേരെയും കൂടെ കെട്ടിയിട്ട് എന്നെ കൊല്ലാനായിട്ട് ആ കുടുംബരോഗി ആദിവാസിയെ കൊണ്ടുവന്ന് ചെയ്യിച്ചു വെച്ചു. അപ്പൊ അതിന് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പം 10 മാസം കൊണ്ട് ഞാൻ ഇനി ഒന്നുമില്ല. ഇവർക്ക് ഒരിടത്ത് എനിക്ക് എഴിക്കാനും വയ്യ. എന്റെ മുഖത്തിനും ചുവപ്പും ഇതിങ്ങനെ കിടക്കും പുട്ട്. അപ്പൊ റോട്ടിലിറങ്ങപ്പോ ഇത് മറ്റെന്താ കേട്ടോ, ഈ കുടുംബരോഗി ചെയ്തതാണ്. അപ്പൊ ഈ കുടുംബരോഗി യാത് കോടതിയാണ് വെറുതെ വിട്ടത്? യാത് കോടതി? അപ്പൊ ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് 4000 രൂപയ്ക്ക് പച്ചയ്ക്ക് തിന്നിട്ട് എന്നെയും ഒറ്റയ്ക്കാക്കിയിട്ട് യാത് കോടതിയാണ് ഇതിങ്ങനെ വിട്ടത്? അപ്പൊ എന്നെയും കൂടെ കൊന്നുകളയത്തത് ഈ കോടതി? അത്ര വേദനയോടെയാണ് ഒരമ്മ വിളിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് 4000 രൂപയ്ക്ക് പച്ചയ്ക്ക് തിന്നിട്ട് എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയിട്ട് ഒരു മകൻ ഈ അവന്മാരെ വെറുതെ വിട്ട് ഇനി അടുത്ത ആരെ കൊല്ലാനാ അവന്മാരെ വിട്ടേക്കുന്നത്? അമ്മ ഇനി അടുത്ത ഏതെങ്കിലും നിയമ നടപടിയായിട്ട് പോകുന്നുണ്ടോ ഇതുമായിട്ട് അപ്പീൽ? നമുക്ക് ഒരു നിർത്തിയില്ല. എന്തെന്ന് വെച്ചാൽ അന്നന്ന് വെള്ളം കുടിക്കാൻ പോലും ഇല്ലാത്ത ജീവിതമാണ് നമുക്കുള്ളത്. ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് ഇങ്ങനെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയിട്ട് എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയ കുടുംബരോഗിയെ വെറുതെ വിട്ടെന്ന് ഇനി അവൻ അടുത്ത ആരെയാണ് കൈവയ്ക്കാൻ പോണത്? എനിക്ക് തോന്നുന്ന എന്തെങ്കിലും എന്റെ മോനെയും പച്ചയ്ക്ക് തിന്നിട്ട് എനിക്ക് എന്തെങ്കിലും തോന്നാ ഇനി ഇതിൽ കൂടുതൽ എനിക്ക് എന്തെങ്കിലും തോന്നാതിരിക്കുന്നത്. ഇനി അന്വേഷണത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് കരുതുന്നുണ്ടോ? പാലിച്ചും പറ്റിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ എല്ലാ മൊഴികളും എന്തെന്ന് വെച്ചാൽ എല്ലാം പാലിച്ചാണ് ഇവനെ അകത്താക്കിയത്. ഇവനെ അകത്താക്കിയിട്ട് ഇവൻ യാത് പാര വെച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. യാതിൽ കൂടെ പാര വെച്ച് ഇവൻ വെളിയിലിറങ്ങിയെന്ന് എനിക്കറിഞ്ഞൂടാ. ആരെങ്കിലും അവന്റെ പുറക്ക് ആരെങ്കിലും ഉണ്ടോന്ന് അറിഞ്ഞൂടാ. ഇതുപോലെ വല്ലതും അവൻ കൈവശം കൊടുത്ത ആക്കെങ്കിലും ഇതുപോലെ എന്നെ കൊല്ലാൻ നോക്കിയല്ല അവൻ അത് വഴിച്ച് കൊണ്ടൊന്ന് വല്ലതും ചെയ്യിച്ചോന്ന് എനിക്കറിഞ്ഞൂടാ. ഇനി ആരെ തേടട്ടെ? ഇനി ആരെ തേടാൻ? ഏതെങ്കിലും വക്കീലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകാൻ ശ്രമം നടത്തുമോ? മോനെ, എന്റെ കയ്യിൽ ഒരു നിർത്തിയില്ല. അവര് തന്ന പൈസ കൊണ്ടാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. ഇല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്താന്ന് വെച്ചാൽ ആദ്യം അവരെല്ലാം നമുക്ക് സഹായം ചെയ്തു. ഒരുത്തരും നമ്മളെ കൈ വിട്ടില്ല. എല്ലാത്തിലും എല്ലാ കേസിലും അവൻ കുറ്റക്കാരനെന്ന് പറഞ്ഞു. കോടതി പോലും കുറ്റക്കാരനെന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ ശിക്ഷിച്ചത്. ഇപ്പൊ യാത് മന്ത്രം കാണിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. യാത് മന്ത്രം കാണിച്ചെന്ന് എപ്പോഴ് കേസിനെന്ന് വെച്ചാൽ ഒരുപാട് പാർട്ടിക്കാർ ഒരുപാട് സഹായിച്ചു. അവര് തന്നെ മുമ്പ് കൈയെടുത്തത്. ഇപ്പൊ ഇരിക്കുന്നവരാണ് മുമ്പ് കൈയെടുത്ത് അവരാണ് ഇതെല്ലാം ചെയ്യിച്ചത്. എല്ലാരും ഒരുത്തൻ ചത്തു. ശിക്ഷ അവന് ശ്രീകുമാരന് ശിക്ഷ കിട്ടിയെങ്കിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.